എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് ഒരു ട്രിപ്പ് പോവാൻ പോവാണ്. ആതിരപ്പള്ളിക്കാണ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ലോക്ക്ഡൌൺ ആണ്, ഒന്നും അറിയില്ല, അവിടെ പൂട്ടിക്കണ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് പോയി നോക്കേണ്ടി. ഇതിപ്പോ ഞങ്ങള് എന്റെ വീട്ടിലാ ഉള്ളത്. അതന്നെ ജോലിയുടെ വീട്ടിലാണ്. ഹായ്, ഞങ്ങളൊക്കെ എന്താണ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ കുറ്റിപ്പുറം പാലം അവിടെ എത്തി. കുറ്റിപ്പുറം പാലാണത്. ഇതാണ് ഭാരതപ്പുഴ. നമ്മുടെ സൈഡിൽ കാണുന്ന ഭാരതപ്പുഴ എന്നൊക്കെ പറയാൻ പറ്റില്ല, ഭാരത മരുഭൂമി എന്ന് പറയുന്ന വെള്ളത്തിലേക്ക് ഭാരതപ്പുഴ. പ്രശസ്തമായ കുറ്റിപ്പുറം പാലത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു പാട്ടാടിയല്ലോ എല്ലാവർക്കും കൂടി. ആർക്കാ തലവേദനിക്കുന്നുണ്ട്? പമ്പ് തല. അപ്പോ എണ്ണടിക്കാൻ ഇതിനൊക്കെ ആയിട്ട് പമ്പ് കയറിയതാണ്. അതാ നമ്മള് തൃശ്ശൂരെത്തില്ല. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കി എടുക്കാണ് അല്ലേ. ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ കഴിച്ച് ഫുഡും കഴിച്ച് യാത്ര തുടങ്ങുമ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ഞങ്ങള്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വെറുതെ ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് കുറെ മങ്കിയാള് കണ്ടിരുന്നു. ഇവിടെ ഇപ്പൊ ഇങ്ങനെ മങ്കിയാളൊന്നും കാണുന്നില്ല. മാസ്ക് മാസ്ക് എടുത്തക്കടി റോട്ടിപ്പം തന്നെ പോയിക്കണേ. അപ്പൊ തന്നെ ക്ലാസ് അവിടെ അത് കണ്ണാട എവിടെ പോയി? അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ലൊരു ബാക്കിൽ നല്ലൊരു സീനിയർ കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല സീനിയറാ. മുളൻ്റെ അടിപൊളിയൊരു സീനിയർ ഏരിയ ആണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്ത് മാക്സിമം മുതലാക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്ന് അവിടെയുള്ള വിഷ്വൽസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സൈഡിൽ മുളക്കാട് എന്ന് പറയില്ല, ഒരു മുളൻ്റെ ഒരു തന്നെ. രണ്ട് സൈഡും കാടുകൾ തന്നെയാണ്.
തോന്നുന്നു ഇതിൽ കൂടെയൊക്കെ വെള്ളം ഒലിച്ചു വരുന്ന ഇതാണ് തോന്നുന്നത്. അതിൻ്റെ ഇത് എല്ലായിടത്തും ഉണ്ട്. മരങ്ങളുടെ വേരും ഇതൊക്കെ നമുക്ക് ശരിക്കും കാണുന്നു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എവിടുന്നോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ഇവിടെ നിന്ന് തന്നെയാണ്. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ചെറിയ രീതിയിൽ ഇവിടുന്നൊരു ചെറിയൊരു വാട്ടർ. ഇതൊരു ചെറിയൊരു പാലാണ്. അവിടുന്ന് വരുന്ന വെള്ളം ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. എവിടുന്ന് വെള്ളം വരുന്നത് എന്ന് ചോദിച്ചോ കറക്റ്റായിട്ട് ഇതാ ആ കാടിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ്. ആ ഒഴുകി വരുന്ന വെള്ളം അതിലൂടെ വന്ന് ഈ പാലത്തിൻ്റെ അടിയിലൂടെ അവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും നമ്മൾ കേരളത്തിൽ എവിടെ പോയാലുള്ള ഒരു കാഴ്ചയാണിത്. വേസ്റ്റ് ഇടുന്ന ടൂറിസ്റ്റുകൾ വരുന്ന അവിടെ തന്നെ വേസ്റ്റ് നിക്ഷേപിക്കുന്ന, അങ്ങനെ അതിൻ്റെ ഒരു ഭംഗി തന്നെ നഷ്ടപ്പെടുകയാണ് സത്യം പറഞ്ഞു. വേറായിട്ടുള്ള ഇതാട്ടോ കുരങ്ങന്മാരുടെ ഒരു ടീംസ് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ മരത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇത് കുരങ്ങന്മാരുടെ ഒരു ഫുൾ ടീം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇത് അവിടുന്ന് വരിവരെയായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടണയാണോ എന്താണ് സംഭവം എന്നറിയില്ല. ഇഷ്ടം പോലെ ഇതാക്കണം. കുരങ്ങന്മാരെല്ലാവരും എന്തോ ഒരു പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും വരിവരെയായിട്ട് പോകുന്നുണ്ട്. കുട്ടികളായിട്ടൊക്കെ പോകുന്ന കുരങ്ങന്മാരെ കണ്ടില്ലേ? കുട്ടികളൊക്കെ ചേർത്ത് പിടിച്ച് എല്ലാവരും ഇവിടെ എല്ലാവരും കൂടി ഇറങ്ങിയതാണ്. ഈ ഒരു മുളമരത്തുമൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ടരികിലുള്ള ഈ ഒരു മുളൻ്റെ ഇതിലേക്കാണ് വരുന്നത്. വരവ് കഴിഞ്ഞിട്ടില്ല. കുരങ്ങന്മാർ വന്നുകൊണ്ടിരിക്കുന്നതാണ്, വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇതാ അവിടുന്ന് വന്നതാണ്. അവിടുന്ന് വന്ന് ഈ കാണുന്ന മരത്തിലൂടെ പാസ് ചെയ്ത് എല്ലാവരും പാസ് ചെയ്ത് ആ കുണ്ടിലൂടെ കയറി നേരെ ഇവിടെ എത്തി ഈ മുളമരത്തുമൊക്കെയാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇത് അവരുടെ വീടാ തോന്നുന്നു കേട്ടോ. അവർ കൂട്ടുകുടുംബം എന്തായാലും സ്നേഹമുള്ള കുരങ്ങന്മാരെ തോന്നുന്നു. എല്ലാവരും ഒരുമിച്ച് വന്ന് എല്ലാവരും അവരുടെ ഏതായാലും വൈകുന്നേരമായില്ല, അവരുടെ സ്ഥാനം എല്ലാവരും ഉറപ്പിക്കുകയാണ്. ഓരോരുത്തർ വന്ന് എല്ലാവരും അവരുടേതായ സ്ഥാനങ്ങളൊക്കെ ഉറപ്പിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാബു ഇതെല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. അടുത്ത ലൊക്കേഷൻ തേടി ഇറങ്ങിയാൽ തോന്നുന്നുണ്ടോ. എന്തായാലും ഇതാ നമ്മളെ പ്രശസ്ത ക്യാമറാമാൻ ബാബു ഇതാ പല ഐറ്റം വെറൈറ്റികൾ പരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അവനക്ക് തന്നെ അറിയില്ല ഇതിൻ്റെ റിസൾട്ടൊക്കെ എന്താവുന്നു, അവനക്ക് തന്നെ അറിയില്ല. അങ്ങനെ യൂട്യൂബിൽ ഇതിലും കണ്ടത് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും നല്ല ഐഡിയ ഒക്കെ ഉണ്ടാവുന്നു. നീനോ എങ്ങനെയുണ്ട് സ്ഥലം? നീനോ ഞാൻ അവിടെ
കുരങ്ങന്മാരെ കണ്ടിട്ടാ. ആ പോലെ പോലെ അവിടെ കുരങ്ങന്മാരെ കണ്ട്. കുരങ്ങന്മാർക്കും അയക്കൂടി പാസ് ചെയ്ത് കിടക്കരുത്. അയക്കൂടി പാസ് ചെയ്ത് എല്ലാം ഈ മുളമരല്ലേ അയിമക്കെത്തി പാസ് ചെയ്തത്. കൈ പിടിച്ചോ. ആ നമ്മളെ വണ്ടി ഇപ്പം എടുത്ത് വരുന്നുണ്ട്. അതില് സാഫ് ഉണ്ട് കേട്ടോ. ആതിരപ്പള്ളി വരെ എത്തി. പക്ഷെ ആതിരപ്പള്ളി തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ച് വണ്ടി തിരിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഓർഡർ പാലും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ മേലൊക്കെ പോയിട്ട് കുറച്ച് സീനൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാനാണ് ഉദ്ദേശം. തിരിച്ചു പോരാൻ പറ്റി ചോദിച്ചോക്കണം. നമ്മള് നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂപ്പർ. നമുക്ക് ആ ഇത് കാണാൻ പറ്റില്ലെങ്കിലും ഇത് ഉണ്ടായതുകൊണ്ട് നമ്മൾ എത്രാമത്തെ യാത്ര ഇപ്പോൾ കൊറോണ കാരണം നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റാത്തത് ഓർമ്മയുണ്ടോ? നമ്മൾ നാളെ കരുളായി പോയപ്പോഴും നമ്മളെ പോലീസ് പിടിച്ച് ഇതാക്കി. എല്ലായിടത്തും ലൂലൊക്കെ ഇതാ പോയിന്റ് ഈ സൈഡിലേക്ക് കാണാൻ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് നടന്നു പോരാ ലൂലോ. ലൂലുവിനൊരു പേടിപ്പിച്ച് അങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു. ഇത് അവിടുന്ന് എല്ലായിടത്തും ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് ഈ പുഴയിലേക്ക് ഇങ്ങനെ ചേരാണ്. ഇത്രയും വന്നിട്ട് വെള്ളത്തിലൊന്ന് കാലേറ്റൊന്നും ഇതാക്കിയില്ലെങ്കിൽ ഞാൻ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നത് കാലും നനച്ച്. വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും ചെറിയൊരു തണുപ്പ്. ചൂടില്ല. വാടി പേടിക്കണ്ട. ഒളിച്ചു പോയതില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ വരണേ. ഭയങ്കര പേടിത്തൊണ്ടത്. ലൂലു എല്ലാവരും ഭയങ്കര പേടിച്ചിക്കാണ്, വെള്ളത്തിലൊന്നും ഇറങ്ങണില്ല. നമുക്ക് ഫസ്റ്റ് ലൂലു ഇതാ കാലാക്കാൻ വന്നിക്കണ്. ലൂലു പിടിക്കാം. ലൂലു പിടിച്ച് കണ്ടില്ലേ? ലൂലിന്റെ ധൈര്യം കണ്ടില്ലേ? ഇനി അടുത്തത് ഫാഫിട്ടാ. ഫാഫിത വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി അതിന്റെ കൈ വെച്ച് ഇറങ്ങാണ്. ഇത് നമ്മുടെ സിൽവർ സ്ട്രോം അല്ലേ, അമ്യൂസ്മെന്റ് പാർക്ക് സിൽവർ സ്ട്രോം. അതാണ് ഇവിടെ. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പാലം ഈ മലവിടെയാണ് ഇപ്പം നമ്മൾ ഇതുവരെ കളിച്ചത്. പക്ഷെ പോലീസുകാർ നിന്നിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാവരും പറഞ്ഞേക്കുന്നത്